ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിസൺ ആൻഡ് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ആദ്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഏതെല്ലാമാണെന്ന് പഠിക്കാം. അതിനു മുമ്പ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ദാറ്റ് ഡിറൈവ് their powers and authorities from the Constitution. ആദ്യമായി ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്, GST കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഇത്രയും സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ പെടുന്നത്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്, GST കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഇത്രയും സ്ഥാപനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ പെടുന്നത്. നെക്സ്റ്റ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. Created by an act of parliament or executive resolution, do not find any mention in the constitution. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഈ സ്ഥാപനങ്ങളെപ്പറ്റി പരാമർശിക്കപ്പെടുന്നില്ല. പകരം ഇവ സ്ഥാപിതമായിരിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു നിയമം വഴിയോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയോ സ്ഥാപിതമാകുന്ന സ്ഥാപനങ്ങളെയാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്, അതായത് മന്ത്രിസഭ പാസ്സാക്കുന്ന ഏതെങ്കിലും ഒരു റെസൊല്യൂഷൻ വഴി സ്ഥാപിതമാകുന്ന സ്ഥാപനങ്ങൾ. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയെന്നും. ഫസ്റ്റ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്തെല്ലാമാണെന്ന് പഠിക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇവ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി സ്ഥാപിതമായവയാണ്. അതുപോലെ തന്നെ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. റെഗുലേറ്ററി ബോഡീസ് എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നും. ഇവിടെ റെഗുലേറ്ററി ബോഡീസ് ഒരു ഗവൺമെൻറ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പ്രവർത്തനം നടത്തുന്നു. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതലും മനസ്സിലാവുന്നതാണ്. റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണ് ഇവയുടെ പ്രവർത്തനം, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനം നടത്തുന്നത്. എക്സാമ്പിൾസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA, നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAI, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. നെക്സ്റ്റ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ലാസ്റ്റ്, ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI. ഇത്രയും സ്ഥാപനങ്ങളാണ് റെഗുലേറ്ററി
ബോഡീസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. റെഗുലേറ്ററി ബോഡിയെന്നും ക്വാസി ജുഡീഷ്യൽ ബോഡിയെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ചേക്കുന്നത് റെഗുലേറ്ററി ബോഡീസ് ഏതൊക്കെയാണെന്നാണ്. അതായത് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻസിയാണ്, ഗവൺമെൻറ് ഏജൻസിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇവ. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDAI. നെക്സ്റ്റ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA. അടുത്തത് നാഷണൽ ഹൗസിംഗ് ബാങ്ക്. അടുത്തത് നാഷണൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ TRAI. അടുത്തത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI. നെക്സ്റ്റ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS. അടുത്തത് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇത്രയും സ്ഥാപനങ്ങളാണ് റെഗുലേറ്ററി ബോഡീസ് എന്ന വർഗീകരണത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. റെഗുലേറ്ററി ബോഡീസ് എന്നും അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നും. ഇതിനകത്ത് റെഗുലേറ്ററി ബോഡീസ് എന്തെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് നമ്മൾ പഠിച്ചു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് വരുന്നത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് കീഴിലാണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കപ്പെടാത്ത സ്ഥാപനങ്ങൾ, പകരം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി നിലവിൽ വരുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴി നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. റെഗുലേറ്ററി ബോഡീസ് എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നും. ഇതിനകത്ത് നമ്മൾ റെഗുലേറ്ററി ബോഡീസ് എന്തെന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒരു കോർട്ട് പോലെ പ്രവർത്തിക്കുന്നു. എന്നാൽ കോർട്ടല്ല, നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നു, പക്ഷേ ലിമിറ്റഡ് പവറിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇവ ട്രിബ്യൂണൽസ് എന്നും കമ്മീഷൻസ് എന്നും വിളിക്കപ്പെടുന്നു. ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നതാണ്. അതായത് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടല്ല, പക്ഷെ കോർട്ട് പോലെ പ്രവർത്തിക്കുന്നു, നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നു, പക്ഷേ ലിമിറ്റഡ് പവറിലാണ് നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയാണ് ഇവ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നതാണ്. എക്സാമ്പിൾസ് ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, SEBI സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI. അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. മനസ്സിലായല്ലോ? അതായത് കമ്മീഷൻസും ട്രിബ്യൂണൽസുമാണ് ഇവയ്ക്ക് കീഴിൽ വരുന്നത്. ഇവയ്ക്ക് ഒരു കോർട്ട് പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ കോർട്ടല്ല. ഇവയ്ക്ക് നിയമങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ക്വാസിയാണ്, അതായത് പൂർണ്ണമായിട്ടും ഒരു ജുഡീഷ്യറി ആയിട്ടല്ല പ്രവർത്തിക്കുന്നത്. എക്സാമ്പിൾസ് ഒന്നും കൂടി നമുക്ക് പറഞ്ഞു നോക്കാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവയെല്ലാമാണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ. അപ്പോൾ റെഗുലേറ്ററി ബോഡീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, ഇവ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് കീഴിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നതിൽ രണ്ട് സ്ഥാപനങ്ങളാണ് റെഗുലേറ്ററി ബോഡീസും അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡീസും. നെക്സ്റ്റ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതായത് നമ്മൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും രണ്ടാമത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. റെഗുലേറ്ററി ബോഡി എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താണെന്നും എങ്ങനെയാണ് ഇവ പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു.
അതായത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ ഇവയും ഭരണഘടനയിൽ പരാമർശിക്കപ്പെടുന്നില്ല. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയല്ല ഇവ നിലവിൽ വരുന്നത്, പകരം ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനോ അല്ലെങ്കിൽ ആക്ഷൻ വഴിയാണ് സ്ഥാപിതമാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ മന്ത്രിസഭ പാസ്സാക്കുന്ന ഒരു നിയമം വഴി അല്ലെങ്കിൽ ഒരു ഓർഡർ വഴി സ്ഥാപിതമാകുന്നു ഈ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ഈ നിയമം വഴി ഇതിനെ നമുക്ക് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ നമുക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. അതായത് മറ്റൊരു നിയമം വഴി നമുക്ക് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീനെ ഒരു സ്ഥാപനത്തെ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാക്കി മാറ്റാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ മാറ്റിയ ഒരു സ്ഥാപനമാണ് UIDAI, അതായത് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾസാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസാണ്. അതായത് ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമം വഴി നിലവിൽ വന്നതല്ല, പകരം ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയാണ് നിലവിൽ വന്നത്. അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതായത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇവയ്ക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന എക്സാമ്പിൾസാണ് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്, GST കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഇത്രയും സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. ഇവയെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇവയ്ക്ക് വേണ്ട പവറും അതോറിറ്റി എല്ലാം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അതായത് ഭരണഘടനയിൽ ഈ സ്ഥാപനങ്ങളെപ്പറ്റി പരാമർശിക്കപ്പെടുന്നില്ല. ഇവ സ്ഥാപിതമാകുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയോ ആണ് ഈ സ്ഥാപനങ്ങൾ സ്ഥാപിതമാകുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ രണ്ടായിട്ട് തിരിക്കുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്നും. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് അതായത് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് ക്രിയേറ്റഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെൻറ്റ്, അതായത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴി നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഇവ പരാമർശിക്കപ്പെടുന്നില്ല. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമം വഴിയല്ല നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് നിലവിൽ വരുന്നത്, പകരം ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷനോ അല്ലെങ്കിൽ ആക്ഷൻ വഴി സ്ഥാപിതമാകുന്നു. അതായത് മന്ത്രിസഭയുടെ ഒരു റെസൊല്യൂഷൻ വഴി, ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ റെസൊല്യൂഷൻ വഴിയാണ് ഇവ സ്ഥാപിതമാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിയമം വഴി ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീനെ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാക്കി മാറ്റാനും സാധിക്കും. അങ്ങനെ മാറിയൊരു സ്ഥാപനമാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDAI എന്ന് പറയുന്നത്. പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നീതി ആയോഗും നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും. നെക്സ്റ്റ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. ഇതിനെ പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, റെഗുലേറ്ററി ബോഡീസ് എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നും. അതായത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് തിരിക്കുന്നു, റെഗുലേറ്ററി ബോഡി എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡി എന്നും. ഇതിനകത്ത് റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. ഈ സ്ഥാപനങ്ങൾ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്ഥാപിതമായിരിക്കുന്നതാണ്. ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്, റെഗുലേറ്ററി ബോഡിക്ക് ഉദാഹരണങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI, അതുപോലെ തന്നെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDA, അതുപോലെ തന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ട്രൈ, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫസായ്, അതുപോലെ തന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇത്ര സ്ഥാപനങ്ങൾ റെഗുലേറ്ററി ബോഡീസിന് കീഴിൽ വരുന്നതാണ്. അടുത്തത് ക്വാസി ജുഡീഷ്യൽ ബോഡീസാണ്. ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്ന് പറയുന്നത് ഒരു കോർട്ടല്ല, പക്ഷേ കോർട്ടിന് സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു, നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ നിയമങ്ങളെല്ലാം ഒരു ലിമിറ്റഡ് പവറിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഇവ ട്രിബ്യൂണൽസോ കമ്മീഷൻസോ ആകാം. ഇവയ്ക്ക് എക്സാമ്പിൾസ് ആണ് ഈ ട്രിബ്യൂണൽസും കമ്മീഷനും. നമുക്ക് എക്സാമ്പിൾസ് പറഞ്ഞ് നോക്കാം, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇവയ്ക്ക് എക്സാമ്പിൾസ് ആണ്, അതായത് ക്വാസി ജുഡീഷ്യൽ ബോഡിക്ക് എക്സാമ്പിൾസ് ആണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ,
നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇത്രയും സ്ഥാപനങ്ങളാണ് ഏത് ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് കീഴിൽ വരുന്നത്. അപ്പം നമുക്ക് പിന്നീട് PSC ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനോ, അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ ബോഡി ഏതാണെന്ന് തിരഞ്ഞെടുക്കാനോ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മ വരണം. അതായത് വളരെ സിമ്പിളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെടുന്നവയും നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെടാത്തവയും പകരം പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയോ നിലവിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ വരുന്നത്. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? റെഗുലേറ്ററി ബോഡീസ് എന്നും ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നും. റെഗുലേറ്ററി ബോഡീസ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ഒരു ഏരിയയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ഇൻഷുറൻസ് മേഖലയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഇത് ആ പെൻഷൻ്റെ ആ ഏരിയയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ആ ടെലികോം ഏരിയയിൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫുഡ് ആൻഡ് സേഫ്റ്റി ആ ഒരു പ്രത്യേക മേഖലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI, ഇവയെല്ലാം റെഗുലേറ്ററി ബോഡീസാണ്. അതുപോലെ നെക്സ്റ്റ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, അതായത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലെ തിരിച്ചേക്കുന്ന മറ്റൊരു രണ്ടായിട്ട് തിരിച്ചതിൽ മറ്റൊന്നാണ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ്. അതായത് കോർട്ട് പോലെ പ്രവർത്തിക്കുന്നു. ഇന്ന് ട്രിബ്യൂണൽസും കമ്മീഷൻസൊക്കെ ഈ ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് കീഴിലെ വരുന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ആൻസറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, സെബി, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ആൻഡ് റൈറ്റ്സ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇവയെല്ലാം ക്വാസി ജുഡീഷ്യൽ ബോഡീസിന് കീഴിലാണ് വരുന്നതെന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതായത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ പരാമർശിക്കപ്പെടുന്നില്ല. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു നിയമം വഴിയല്ല ഇവ നിലവിൽ വരുന്നത്, പകരം ഒരു എക്സിക്യൂട്ടീവ് റെസൊല്യൂഷൻ വഴിയാണ് ഇവ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിയമം വഴി ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീനെ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാക്കി മാറ്റുവാനും സാധിക്കും. അത് ഈ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് മാത്രം ഉള്ളൊരു പ്രത്യേകതയാണ്. അങ്ങനെ മാറിയൊരു സ്ഥാപനമാണ് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, UIDA എന്നുള്ളത്. പിന്നെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെ എക്സാമ്പിളാണ് നീതി ആയോഗ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.